പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ലാൻഡ്സ്കേപ്പ് പോലെ ഉണ്ട് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ തെന്നി താഴെ എത്തി, ഭാഗ്യത്തിന് വീണില്ല. ദേ വരുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാം രണ്ട് ഒട്ടകം, ഒട്ടകത്തിനെ മേയ്ക്കുന്ന ആൾ. ഒട്ടകം ദേ അവിടെ നിന്ന് ഇങ്ങനെ തലയാട്ടുന്നുണ്ട്, വരൂ വരൂ എന്ന് പറഞ്ഞ് നമ്മൾ അകത്തേക്ക് വിളിക്കുകയാണ്. നീ ഒട്ടകം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നുണ്ട്. അത് ഇവിടെ വലിയൊരു സിംഹം, സിംഹം ഇങ്ങനെ അലറണ ഒച്ചയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഒച്ച ഇവിടെ നിന്ന് കേൾക്കാം, അലറണ ഒച്ച ബഹളമൊക്കെ കേൾക്കാം. കണ്ട സിംഹം അങ്ങാടും ഇങ്ങോട്ടൊക്കെ ഇട്ട് നോക്കണുണ്ട്. പിന്നെ ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവം, തൊട്ടിപ്പുറത്തൊരു ആന നിൽക്കുന്നുണ്ട്. ആ ആനയുടെ കണ്ണ് കണ്ടോ, നല്ല ചുവന്ന കണ്ണാണ്. ഇത് കാണുമ്പോൾ എന്തോ ശരിക്കും പേടിയാവും കേട്ടോ. ആന ആ ഇരുട്ടത്ത് അങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ തുമ്പിക്കൈയും ഇങ്ങനെ അനങ്ങുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇതേ രണ്ട് കടുവയാണോ പുലിയാണോ അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയ്ക്കാൻ്റെ കൊടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ എത്തുന്നില്ല കൈ. പരസ്പരം നീ കണ്ട ഷെയ്ക്കാൻ്റെ കൊടുക്കാൻ നോക്കുന്നത് എത്തുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് കൈ എത്തുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞത് രണ്ട് മൂന്ന് മാനുണ്ട്. മാനും ഇതൊക്കെ എല്ലാം അനങ്ങോട്ടോ, അനങ്ങും. ഇതിൽ നിന്നൊക്കെ പല പല ഒച്ചകളൊക്കെ കേൾക്കും. ഇതിൻ്റെ അകത്ത് നല്ല തണുപ്പായിരുന്നു. ഇത് ഒരു കാത്തുപോകത്ത് അവിടെ നിന്ന് ആരടാ നീ എന്നൊക്കെ നോക്കണുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഉണ്ട് ഇത് എവിടെയും മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഈ ജിറാഫിനെ നല്ല ഇഷ്ടമായി, കാരണം ശരിക്കും നമ്മൾ ആ ജിറാഫ് എന്താ പറയുക ഒറിജിനൽ പോലെ ഉണ്ട് കേട്ടോ. അത്രയും ഹൈറ്റിൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലയാട്ടണം. അത് കഴിഞ്ഞ് ഇങ്ങനെ പയ്യെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഇതിൻ്റെ ഇടയിൽ ഇരിക്കേണ്ടത് കുറേ ഇവിടെ ഒരു സിംഹമുണ്ട്. ഇതിങ്ങനെ ചിരിച്ചിരിക്കണ്ട, ഒന്നും ചെയ്യുന്നില്ല. രണ്ട് പാമ്പ് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇത് ഇവിടെ ഒരു ആനയുണ്ട്. ഈ ആനയ്ക്ക് ഒരു ഉഷാറില്ലാത്ത പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ മൂലക്ക് കൊണ്ടുപോയി നിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ വന്ന് ദേ ഇവിടെ ഒരു കണ്ടാമൃഗം, അതാണ് കണ്ടാമൃഗം. നമ്മളെല്ലാവരും കണ്ടില്ലേ, ഇതാണ് കണ്ടാമൃഗം. പിന്നെ പശുവാണോ അത്? പശുവിനെ കൊണ്ട് കാട്ടി കെട്ടിക്കണം, ആരാണാവോ? ഇവിടെ ഒരു മാനുണ്ട്. പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ ഇതേ കണ്ടാവോ അവതാറിലാ ചേച്ചി പറയണത് കഴിഞ്ഞ് വേഗം വീട്ടിൽ പോയിക്കോളാൻ പറയണം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരു ഡ്രാഗണിൻ്റെ പോലത്തെ ഒരു ജീവിയുടെ മുകളിൽ ഇങ്ങനെ പറക്കണത്. ഇതെവിടെ ഒരു കരടി ഉണ്ട് കേട്ടോ, അത് വിട്ടുപോയി. കരടി ഉണ്ട്, അതിനോട് കാണിച്ചേക്കാം പാവം. ദേ ഒരു കടുവയുണ്ട്. ഈ കടുവ ഇങ്ങനെ മരവിച്ച് നിൽക്കുകയാണ്, അതിന് ഒച്ചയില്ല അനക്കമല്ലോ ഒന്നുമില്ല. പിന്നെ ദേ ഒരു പാണ്ട്, എന്തിനാണോ ഇതിനെ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് നിർത്തിയേക്കണത്. പിന്നെ ദേ ഒരു പാമ്പ്, ഇതാണ് ഞാൻ പറഞ്ഞത് അവതാറിൽ നമ്മളെ കാണാൻ ഡ്രാഗൺ ഇല്ല, ആ ഡ്രാഗണിൻ്റെ ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അതും ഇങ്ങനെ ഒച്ചയും ബോളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ദേ നിൽക്കണം നമ്മുടെ അവതാറിലെ മെയിൻ സ്റ്റാർ. ആളുടെ കയ്യിലൊരു വടിയുണ്ട്. അപ്പോൾ വടിയിലെടുത്ത് രണ്ട് കൊട്ടോട്ടണേ മുമ്പ് നമ്മൾ പയ്യെ അവിടെ നിന്ന് നീങ്ങാണ്. ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ആന. ഈ ആനനെ കാണാൻ നല്ല പേടിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അവതാറിലെ ആ ചേട്ടൻ നായകൻ. പുള്ളി താഴേക്ക് നോക്കുന്നില്ല, മുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആളുടെ സൈഡിലും ഉണ്ട് കേട്ടോ ഒരു ആന. ഇത് ആന മാത്രമേ ഉള്ളൂ എന്നാണ് ഇതിൻ്റെ അകത്ത്, എവിടെ നോക്കിയാലും ആന തന്നെ. അപ്പം ഞാനും അവരെ കൂടെ നിന്നിട്ട് ഇതേ പയ്യെ അവിടെ കാണിച്ച കണ്ടോ ഒരു ഫാമിലി, ആ ആദിവാസി ഫാമിലിയാണ്. അവരവിടെ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്, നമ്മളായിട്ട് ശല്യം വേണ്ട. അപ്പം ഞാനോർത്ത് എന്തായാലും ഞാൻ വന്നിട്ട് എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലല്ലോ. അപ്പം ഞാനിങ്ങനെയൊക്കെ നോക്കി, ഇതൊക്കെയാണല്ലേ സംഭവം, ഇതൊക്കെ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞത്. അവിടെ ഒരു രണ്ട് പാമ്പുണ്ടെന്ന് ഞാനിങ്ങനെ പറയും. പാമ്പ് കണ്ടോ, പാമ്പ്